ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബെസ്റ്റ് ഫോർ എവറിത്തിങ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്സ് എങ്ങനെ എളുപ്പമായി ഒരു ബിലോ എവറേജ് ആയ കുട്ടി പോലും ടോപ്പറാക്കാൻ പറ്റുന്ന ടിപ്സാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ടിപ്സ് നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സിൽ ഒരുപാട് നല്ല മാറ്റമാവും, അതേപോലെ ടോപ്പർ ആവാൻ വരെ സഹായിക്കും. ഫസ്റ്റ്, നെവർ തിങ്ക് മാത്സ് ഇസ് വെരി ഹാർഡ് സബ്ജക്റ്റ്, മാത്സ് ഇസ് വെരി സിമ്പിൾ, മാത്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്നിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം പഠിക്കുക. നെഗറ്റീവ് തോട്ട്സ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. മേക്ക് എ ഷെഡ്യൂൾ ഫോർ സ്റ്റഡി. മാത്സ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ്, പ്രാക്ടിക്കൽ സബ്ജക്റ്റ് നമ്മൾ കൂടുതൽ പഠിക്കണം. അപ്പോൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക, ഇത്ര ടൈം നമ്മൾ മാത്സ് പഠിക്കും, അപ്പോൾ അതിനുശേഷം അത് പഠിക്കുക. ഒരു ക്രിയേറ്റ് സ്പെസിഫിക് ടൈം ടു പ്രാക്ടീസ്, ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ടൈം കണ്ടുപിടിക്കുക, ദെൻ പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തത്, സെൽഫ് അറ്റൻഡിങ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. നമ്മൾ സ്വന്തമായിട്ട് വെറുതെ വീഡിയോസ് കാണും, അല്ലെങ്കിൽ ലെക്ചേഴ്സിൻ്റെ സഹായത്തോടെ മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ പവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പ്രാക്ടീസ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ്. നമ്മൾ പലതരം സോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും അത് പ്രാക്ടീസ് ചെയ്യണം. മേക്ക് എ ഫോർമുല ഷീറ്റ്. ഓരോ പാഠത്തിനും ഒരുപാട് ഇക്വേഷൻസും ഫോർമുലാസും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ സെപ്പറേറ്റ് ഓരോ പേപ്പറിൽ എഴുതിയതിന് ശേഷം ഡെയിലി റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റും. കെയർ എ സെപ്പറേറ്റ് ബുക്ക് ഫോർ മാത്സ്. മാത്സിന് എല്ലാ വിഷയത്തിനും കൂടി എഴുതാതെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ബുക്ക് വെക്കുക, ദെൻ അതിൽ പഠിക്കാം. അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ വെറുതെ പ്രോബ്ലംസ് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ സമ്മറൈസ് കോൺസെപ്റ്റ്, അതായത് ആ ഒരു കോൺസെപ്റ്റ് ഡെയിലി സമ്മറൈസ് ചെയ്തുകൊണ്ട് നിൽക്കാം. ഓക്കെ, ദെൻ ഫൗണ്ട് ഇൻ ബേസ് ഓഫ് മാത്സ്. മാത്സിൻ്റെ ബേസിക് കാര്യങ്ങളില്ലാതെ ഒരുപാട് വലിയ ടോപ്പിക്സ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. സോ ബേസിക് ക്ലിയർ ആക്കുക. നിങ്ങൾ സെൽഫായിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്സ് ഇൻട്രസ്റ്റിംഗ് ആവും. നെവർ ഫിയർ അപ്രോച്ച് ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഇതാക്കുക. പിന്നെ ലേൺ ഫ്രം മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ച് നമ്മളെന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുക. ഡോണ്ട് പാനിക്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്നും പാനിക് ആവേണ്ട ഇല്ല. പിന്നെ കൺഫ്യൂഷൻസ്, എന്തെങ്കിലും ഒരു പ്രോബ്ലംസിന് ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കംപ്ലീറ്റ് നിങ്ങൾ സോഴ്സസ് ഉപയോഗിച്ചിട്ടോ ലെക്ചേഴ്സ് ഉപയോഗിച്ചിട്ടോ നിങ്ങൾ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ബൈ.